എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നഗരസഭ 20ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ 20ാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളുരുത്തി നമ്പ്യാപുരത്ത് നടന്ന ജനകീയ സദസ്സിൽ കൗൺസിലർ PS ബിജു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ നമ്പർ എഴുതിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്ത് വെക്കണം. അതിനാണ് ഞാനിത് പറഞ്ഞത്. മൊബൈൽ ഫോണിൽ ഈ നമ്പർ സേവ് ചെയ്യണം. ചിലരുടെ മൊബൈൽ, ജസീറയുടെ മൊബൈൽ ധാരാളം നമ്പർ, 500, 1000 ഒക്കെ നമ്പർ. അതുകൊണ്ട് ഒരു നമ്പർ കളഞ്ഞിട്ട് ഈ 2-3 നമ്പർ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട ഒരു നാളെ ഇന്നത്തെ പത്രത്തിൽ വന്നെന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ ഇന്നത്തെ പത്രത്തിൽ? നാളെ പത്രമില്ലാത്തതുകൊണ്ടാണ്. നാളെ പത്രമില്ല. നാളെ ഉദ്ഘാടനമാണ്, പക്ഷെ നാളെ പത്രം അല്ല, നാളെ വരുള്ളായിരുന്നു. ഇത്ര വിപുലമായ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പരസ്യത്തിന്റെ പ്രധാന ഒരു കാര്യം ഇതുകൂടി ചേർത്തുകൊണ്ടാണ്. ഏതുകൂടി ചേർത്തുകൊണ്ട്? ലഹരിക്കെതിരായി ജനങ്ങൾ അണിനിരക്കണമെന്നുള്ള ഒരു ഭാഗവും കൂടി അതിനകത്ത് ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഗൗരവമായാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ജനങ്ങളും നമ്മുടെ നാടും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുക എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ സദസ്സുകൾ, ഞാൻ തന്നെ പള്ളുരുത്തിയിൽ 1-2 ഡിവിഷനിൽ ഇതുപോലെ പങ്കെടുത്തിരുന്നു. ശ്രീ ഭവാനീശ്വര ക്ഷേത്രം മേൽശാന്തി PK മധു, അഡ്വക്കേറ്റ് ഹനീസ് മനക്കൽ, അഡ്വക്കേറ്റ് അനന്തു ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.